സ്ത്രീവാശി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സ്ത്രീവാശി എന്നുള്ള വാക്ക് വരുന്നത് 19-ാം നൂറ്റാണ്ടിലെ ചാന്നാർ ലഹളയിൽ നിന്നാണ്. അപ്പോൾ ചാന്നാർ ലഹള നടക്കുന്ന സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചാന്നാർ ലഹള എന്തായിരുന്നു? മേൽവസ്ത്രം, ഒരു മേൽമുണ്ട് സമരം എന്നായിരുന്നു അതിന് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മേൽമുണ്ട് സമരം നടക്കുന്ന സമയത്ത് മിഷണറിമാർ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. അതായത് മിഷണറിമാർക്ക് മേൽമുണ്ടല്ല ആവശ്യം, അവർക്ക് റൗക്ക ഇടണം എന്നുള്ളതാണ്. സ്ത്രീകൾ മറച്ച് വിക്ടോറിയൻ സദാചാരത്തിൻ്റെ വാഹകരായി മാറണം എന്നുള്ളതാണ്. അപ്പം അതുപ്രകാരം മറയ്ക്കാൻ ബ്ലൗസ് ഇടണം എന്ന് ആവശ്യപ്പെടുകയും സർക്കാർ വളരെ സന്തോഷപൂർവ്വം അത് സമ്മതിക്കുകയും ചെയ്തു. കാരണം അത് ജാതിയെ വെല്ലുവിളിക്കുന്നില്ല. ഈ മേൽമുണ്ട് ഇട്ടാൽ മാത്രമേ ജാതിക്ക് അതൊരു വെല്ലുവിളിയാവുകയുള്ളൂ. പക്ഷേ ഈ തീർപ്പും കൊണ്ട് തിരിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ ബ്ലൗസ് ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മേലെ അവർ മേൽമുണ്ടും ഇടും. അങ്ങനെ ബ്ലൗസും മേൽമുണ്ടും അണിഞ്ഞ് ചന്തയിൽ പോയ സ്ത്രീകളെയാണ് മേൽജാതിക്കാർ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ആക്രമിക്കുന്ന സ്ത്രീകൾ അതും കൊണ്ട് നേരെ വീട്ടിൽ വന്ന് അടുത്ത മേൽമുണ്ടും ഇട്ട് പിന്നെയും പോകും. അപ്പോൾ ഇത് വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾക്ക് കാരണമാവുകയും അവസാനം ഗതികെട്ട് അവിടുത്തെ ഈ ഒരു മിഷണറി, ഒരു LMS മിഷണറിയുടെ ഒരു കത്തിൽ സ്ത്രീവാശിയാണ് എല്ലാത്തിൻ്റെയും നാശഹേതു. കാരണം ഈ പ്രശ്നം തീരേണ്ടതാണ്. ബ്ലൗസ് ഇട്ടിട്ട് തീരേണ്ട പ്രശ്നം അത് തീർക്കാതെ അവർക്ക് വിക്ടോറിയൻ അർത്ഥത്തിലുള്ള മാന്യത പോരാ, അവർക്ക് ജാതിയിലും മാന്യത വേണമെന്ന് നിരന്തരം ചോദിക്കുന്ന പെണ്ണുങ്ങളാണ്. ഈ എല്ലാ ശല്യത്തിൻ്റെയും ഈ സ്ത്രീവാശിയാണ്. ഈ സ്ത്രീവാശി എന്ന പാരമ്പര്യത്തിലാണ് സത്യത്തിൽ കേരളത്തിലെ ഫെമിനിസം ഊന്നി നിൽക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്.